Used to bear. What a privilege to carry everything to God in prayer. Oh, what grace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, മിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാടാ, നിന്റെ കീർത്തി കേട്ടിടാത്ത
എന്തെങ്കിൽ കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ വട്ടേപ്പം എന്തെങ്കിൽ കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ വട്ടേപ്പം എന്തെങ്കിൽ കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ വട്ടേപ്പം എന്തെങ്കിൽ കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പാട്ടിനൊപ്പം എല്ലാവരും കാത്തിരുന്നവൻ കാലന്തമാകും കാൽവരിയിലെ കണ്ണീരുമായി കണ്ണിൽ മിന്നണ ചുണ്ടി കുഞ്ചി താരകളോ പൂക്കളോ പരാതെ ഊരാതെ ഉള്ളാതെ ഇറാവാതെ നേരാതെ വട്ടേപ്പം എന്തെങ്കിൽ കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ വട്ടേപ്പം എന്തെങ്കിൽ കാട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് മുങ്ങി നടക്കണ്, ഇന്ന് മുങ്ങി നടക്കണ്, ബംഗാളിയ മുങ്ങി നടക്കണ, മുങ്ങി നടക്കണ്, ഇന്ന് മുങ്ങി നടക്കണ്. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ എന്തൊരു അന്തസ. കാരണം നമ്മൾ മലയാളിയുടെ മടീനെ കുറിച്ചിട്ടാണ് പറയണേ. എന്തായാലും ഈ കൂട്ടത്തില് മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കണം. വെറുതെ നിങ്ങൾ കൈയടിക്കണ്ട. ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 30 പ്രാവശ്യം, എത്ര പ്രാവശ്യം ാണ് സംഘാടകര് അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയിരിക്കണം. അപ്പൊ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുത്ത് നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുക്കങ്ങടെ അല്ലേ. നമ്മുടെ നാടേതടാ മിടുക്ക, നമ്മുടെ നാടേതാ ആള് മൊത്തം അറിയില്ല പോയിട്ട് കിട്ടുക. നമ്മുടെ നാടേതാ കേരളം. ഇപ്പൊ മിടുക്ക കൈയടി കൊടുത്ത് അങ്ങനെ തിരിച്ചു വന്ന ആളെ ചെറിയൊരു പതർച്ച ഉണ്ടായെങ്കിലും തിരിച്ചു വന്നു. നമ്മുടെ നാട് കേരളം എങ്ങനെ ഉണ്ടായെന്നറിയാലോ. നാരദൻ മഴ പറഞ്ഞപ്പോ പൊന്തി വന്നു അല്ലേ. നാരദനെ പരശുരാമൻ ഒരു മഴുവെറിഞ്ഞതിനു പകരമായി കിട്ടി കേരളം. ആ മഹാൻ ഇന്ന് വെറുതെ ഓർക്കുന്നു, ചെയ്തതെന്തിനീ മാരണം. അല്ലേ ഈ ഓണത്തിന് വരുന്ന ഒരാളുണ്ടല്ലോ ഇങ്ങനെ കൊടവയറൊക്കെ ആയിട്ട്, ആരാ? മഹാത്മാഗാന്ധി ഇങ്ങനെ അല്ലേ കൊടയൊക്കെ ചൂടിയിട്ട്. മഹാത്മാഗാന്ധി അല്ലേ ഓണത്തപ്പൻ. ആ വേറെ പേര് പറയില്ല ഇങ്ങനെ ഓലക്കൊടയൊക്കെ ചൂടി വരുന്ന ആള് മഹാത്മാഗാന്ധി അല്ലേ ഓണത്തപ്പൻ. മാവേലി നാടുവാണിടും കാലം അതങ്ങോട്ട് മാറ്റി പാടാട്ടോ. ഇപ്പൊ മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നുള്ള മാറ്റി മന്ത്രിമാരും തന്ത്രിമാരും എല്ലാരും ഒന്നുപോലെ എന്നൊക്കെ പറയേണ്ടി വരും. അതൊക്കെ പറഞ്ഞൊരു വലിയ കഥയാ, അതിലേക്ക് ഒന്നും പോണില്ല, നമുക്കൊക്കെ അറിയാവുന്നല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ? മലയാളം. ആ ബബിൾക്ക് മുള്ളി പോവോ നിങ്ങൾ സംസാരിക്കുമ്പോൾ? എന്നിട്ട ബബിൾക്ക് അത് ഇന്നലെ ഒന്നോ ഇപ്പിട്ടതാ? കുഴപ്പമില്ല, കുറച്ചേരം എടുത്ത് നോക്കിയാവോ പോക്കറ്റില്? വേണ്ട ഞാൻ കാരണം കൊണ്ട് കളയണ്ട, ഒരാഴ്ച ഉപയോഗിക്കാനുള്ളതാണ്, കുഴപ്പമില്ല. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാ? മലയാളം. നമുക്ക് സംസാരിക്കാൻ എളുപ്പമല്ലേ? മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം കിണിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം. ഹൃദയ തിരുമൊഴി മലയാളം. നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ? തെറ്റാണ്ട് സംസാരിച്ചൂടെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. ഒന്നുകൂടി ആലോചിച്ചു. അവരുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ? സ്നേഹ, സൈമൺ, ഏഞ്ചലീന, മാർസലീനോ. എഴുതി കൊടുത്തേ. നിഷ്കളങ്കമായ മലയാളം ശ്രദ്ധിച്ചു പറയാൻ പറയുമ്പോ പറഞ്ഞു കണ്ടോ, മുട്ടിക്കനാണ് ഈ കുട്ടി. അതായത് നമ്മുടെയൊക്കെ രക്തത്തിൽ മലയാളം ഉണ്ടെന്നേ. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം. അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലു മലയാളം. അൻപാണല്ലു മലയാളം. അതായത് അമ്മ നമുക്ക് ഉറങ്ങുവാൻ വേണ്ടി ചെറുപ്പത്തിൽ താരാട്ടുപാട്ട് പാടിത്തരും.
ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ? തന്നിട്ട് ഏത് പാട്ട് അമ്മ പാടാറ്? അണിപാളി. അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ? എവിടെ? അമ്മയൊന്ന് കൈപൊക്കി ഈ കുട്ടിക്ക് വേണ്ടി 4 വരി താരാട്ട് പാട്ട് പാടി കൊടുത്തൂടെ? ദുഷ്ടേ, പാടി കൊടുക്കൂ. ആയിക്കോട്ടോ. അമ്മയ്ക്ക് ഒരു നാണം, എന്തായാലും നാണം അല്ലേ? സത്യമാഷ ജോസമാരി ഒരു 4 വരി താരാട്ട് പാട്ട് ആ കുട്ടിക്ക് വേണ്ടി പാടി കൊടുത്തൂടെ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്കൂളിൽ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നുണ്ട് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായി, കണക്ക് ബുദ്ധിമുട്ടായി, അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയുന്നുണ്ടെങ്കിലേ റാഫേലിന് മാത്രം കുഴപ്പമല്ല അത്. അതാ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറിന് കുഴപ്പം അല്ലേ? ടീച്ചറിവിടെ എവിടെ ഇരിക്കണ്ടല്ലോ ഉള്ളത് പറയും അല്ലേ? ടീച്ചറിന് കുഴപ്പമല്ലേ? ടീച്ചറിന് കുഴപ്പം അല്ലേ? ആ ടീച്ചറെ ഒന്ന് മാറ്റി കൊടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഫുൾ A+ നിൽക്കണത് കേട്ടോ. നമുക്ക് ഈ കണക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഈ അറിയണവർക്ക് ഭയങ്കര എളുപ്പം കണക്ക് അല്ലേ? അപ്പൊ താങ്കൾക്ക് അത് അറിയില്ല, ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ കിട്ടും. പിന്നെ ഒന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക അല്ലേ? ദൈവഭയം ഉണ്ടായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, കണക്ക് എളുപ്പമാവണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. കൂടെ വന്ന് ആശ്വസിപ്പിക്കുന്ന സർവേശ്വരന്റെ മുന്നിലാണ് നമ്മൾ പ്രാർത്ഥിക്കണേ അല്ലേ? അപ്പൊ തെറ്റുപറ്റാതെ നമുക്ക് മലയാളം സംസാരിക്കാലോ. നമുക്ക് എളുപ്പമുള്ള ഭാഷ ഏതാ? മലയാളം. കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ നോക്കട്ടെ, ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ഞാൻ കുട്ടികളെ കൊണ്ട് കൃത്യമായിട്ട് മലയാളം പറയിപ്പിക്കാൻ പോവാണ് കേട്ടോ. കൃത്യമായിട്ട് പറഞ്ഞ കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. ചമ്പക്കര ചമ്പക്കര തങ്കപ്പൻ മൂലം നമ്മുടെ നന്മൊഴി നറുമൊഴി ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ അതിന് കേറിയിട്ടില്ലല്ലോ ഇപ്പോഴാണ് എന്തിന് ചിരിക്കണേ കുട്ടികൾക്ക്. മലയാള ഭാഷ നിങ്ങൾക്ക് ആരും കേട്ടിട്ടില്ലേ? കുണ്ടും കുഴിയും പര്യായ പദങ്ങളാണത്. നമ്മുടെ ചിന്ത എങ്ങനെയോ പോയിട്ടെ പറഞ്ഞ ആളിന്റെ ഒരു ഒറ്റ ചിരി. ആളെന്താ ഉദ്ദേശമാവോ? നമുക്ക് തെറ്റാണ്ട് പറയാലോ അല്ലേ? കുഞ്ചിയമ്മ കിണ്ടി കഴിക്കപ്പോ കിണ്ടി കുഞ്ചില് വീണു. വേണ്ട 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 കുട്ടികൾ പോയിരുന്നോട്ടെ, ഒരു കൈയടി. പഴയ കാലം അനുഭവിച്ച ആളുകള് മക്കളുടെ എണ്ണം കൂടുതലായിരിക്കും വീട്ടിലെ അല്ലേ? മക്കളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിരനിരയായിട്ട് വന്നിരിക്കും, അപ്പനും അമ്മേനും അനുസരിച്ചുകൊണ്ട് പേടിയോടെ. അപ്പൊ ചീത്ത പറഞ്ഞാലോ മക്കൾ വന്ന് നിരന്നിരിക്കും. ഇന്നത്തെ മാതിരി അപ്പുറത്തെ റൂമിൽ നിന്ന് അമ്മയ്ക്ക് വാട്സപ്പ് മെസ്സേജ് ഇടല്ല, അമ്മ ചോറായോ എന്ന് ചോദിക്കണ പരിപാടി എല്ലാം വന്ന് പഴയ കാലത്ത് പുതിയ മക്കളെ അറിയാൻ വേണ്ടിയാണേ. മക്കൾ വന്ന് നിരന്നിരിക്കും, അമ്മ വന്ന് ആ പാത്രമൊക്കെ വെച്ചു കൊടുക്കും. അമ്മയ്ക്ക് മനസ്സിലാവും, കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ചോറും കലത്തേക്ക് നോക്കുമ്പോൾ ഭക്ഷണം തികയില്ല, എല്ലാ മക്കൾക്കും തികയ്ക്കണേ. അമ്മയ്ക്ക് മാത്രം പാത്രം വെക്കില്ല. അപ്പനൊക്കെ പാത്രം വെച്ചിട്ട് ഇങ്ങനെ വിളമ്പുമ്പോൾ മക്കൾ ചോദിക്കും അമ്മയ്ക്ക് വേണ്ടേ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് എന്താ വിളമ്പാത്തെ? അമ്മയ്ക്ക് അറിയാം ഭക്ഷണം തികയില്ലാന്നേ. അമ്മ ഒരു കള്ളം പറയും. എന്താണെന്നറിയോ? മക്കളെ അമ്മയ്ക്ക് വിശപ്പില്ലടാ, അമ്മയ്ക്ക് അതിൻ്റെ രുചി ഒട്ടും ഇഷ്ടമായില്ല. മക്കളൊരു കാര്യം ചെയ്തിട്ട് ഒരു തരി വറ്റ് പോലും ബാക്കി വെക്കരുത്, ബാക്കി വെക്കാതെ ഒക്കെ കഴിച്ചു തീർക്കണമെന്ന് പറഞ്ഞ ഒരു കള്ളം പറഞ്ഞ ഒരു സ്നേഹത്തിന്റെ പേരാണ് ആരാ? അമ്മ. ഇതൊക്കെയല്ലേ നമ്മുടെ അമ്മ. ഈ അമ്മ കള്ളം പറഞ്ഞാൽ അപ്പന് മനസ്സിലാവുന്നേ ഭക്ഷണം ഇല്ല. പക്ഷെ ഈ പാവം മനുഷ്യൻ ആ മക്കളുടെ മുന്നിലിട്ട് അമ്മേനെ ചീത്ത പറഞ്ഞ പോലെ ഒന്ന് അഭിനയിക്കും. പിന്നെന്നറിയാം, അപ്പന്മാരിത്തിരി ഗൗരവക്കാരില്ലേ? ആ അമ്മയോട് ചോദിക്കും, നീ എവിടെ നോക്കിട്ട് അരിയിട്ടെ, അവിടെ കല്ലുമണ്ണല്ലേ മനുഷ്യ തിന്നണ്ടേ? ആ ചോറിന്റെ പകുതി അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവും ദേഷ്യപ്പെട്ടിട്ട്. മക്കൾ വിചാരിക്കും അപ്പൊ അത്രയും ക്രൂരനാണോ? എന്തിനാണ് ഈ പാവം അമ്മച്ചീനെ ചീത്ത പറഞ്ഞേ? അത് മക്കളറിയാതെ അപ്പൻ അമ്മയ്ക്ക് നൽകിയ സ്നേഹത്തിന്റെ പകുതി ചോറായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ പഴയ കാലത്തെ മക്കൾ വളർന്നു വലുതായി ഒരു അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആകേണ്ടി വന്നു. അങ്ങനെ അപ്പച്ചനും അമ്മച്ചി ആയിട്ടുള്ള ആളുകളല്ലേ ഇവിടെ ഇരിക്കണേ, മുതിർന്നവരെ. ഇതൊക്കെയല്ലേ നമ്മുടെ അപ്പനും അമ്മയും. ഇത് പറഞ്ഞു കൊടുക്കാൻ ആർക്കാ സമയം? എവിടെയാ സമയം അല്ലേ? ഉമ്മറപ്പടിയിൽ നിന്ന് 2ാം കുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കണ കണ്ടാലേ പ്രായമുള്ള അമ്മ കണ്ടാ പറയും, മക്കളെ അതിന് തുറന്നു വിടടാ, അതിന്റെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകുമെന്ന് നമ്മളെ പഠിപ്പിച്ച മാതൃസ്നേഹത്തിന്റെ പരദീസയല്ലേ അമ്മ അല്ലേ? ആ കുഞ്ഞുവാവ ദേ ആ മടിയിലിരിക്കേണ്ട ഒരു കുഞ്ഞുവാവ ഇല്ലേ? ആ കുഞ്ഞുവാവ എന്താ താഴേക്ക് ഇറക്കാത്ത? അത് വീണാലോ, വാവ വീണാലോ അപ്പനമ്മയ്ക്ക് സഹിക്കില്ല. നമ്മളും ഇതുപോലെ നമുക്കുണ്ടായിരുന്നില്ല ഒരു കുഞ്ഞുവാവയുടെ പ്രായം. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ തിരിഞ്ഞു വന്നിട്ടില്ല ഇതുപോലെ പെരുന്നാളൊക്കെ കൂടാനായിട്ട്. നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിട്ടില്ലേ നമ്മുടെ അപ്പനും അമ്മയും ഇല്ലേ? ചേർത്ത് പിടിച്ചുകൊണ്ടേ മലമൂത്ര വിസർജനം ചെയ്ത് നമ്മൾ വീട്ടിൽ കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, കുഞ്ഞാവയായിരുന്നപ്പോ. വീട്ടിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ അറപ്പാ, പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറപ്പുണ്ടോ മക്കളെ? ഇപ്പോഴും ഇല്ല. സ്കൂട്ടിമേ എല്ലാം കൊണ്ടുപോയ അമ്മമാരുടെ കഥ അല്ല കേട്ടോ പറയണേ. തൊട്ടടുത്ത് നടന്നല്ലോ അങ്ങനെയുള്ള അമ്മമാരുടെ കാര്യത്തല്ല പറഞ്ഞത്. അമ്മ വരും,
പുതിയ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വൃത്തിയാക്കി തരും, ചേർത്ത് പിടിച്ചിട്ടേ ഇങ്ങനെ നെറുകയില് തുരുതുരാന്ന് ഉമ്മ തന്നിട്ടില്ലേ നമ്മുടെ അമ്മ? ഇത്ര സുരക്ഷിതമായൊരു ഉമ്മ വേറെ എവിടെയാ കിട്ടുക? അമ്മയുടെ കയ്യിൽ നിന്നല്ലേ കിട്ടുക. തിരിച്ചും അമ്മയ്ക്ക് ഇങ്ങനെ ചറപറാന്ന് ഉമ്മ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളൊക്കെ വളർന്നു വലുതായി, നമുക്ക് മക്കളായി, സമ്പത്തൊക്കെ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുക, സമൂഹത്തിൽ നല്ല പേരും വിലയൊക്കെ ആയി അല്ലേ? നമ്മുടെ അമ്മയുടെ അവസ്ഥ എങ്ങനെയായിട്ടുണ്ടാവും? ആ കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥയായിട്ടുണ്ടാവും. എഴുന്നേറ്റ് നടക്കാൻ പറ്റണില്ല, മലമൂത്ര വിസർജനം ചെയ്ത് അവിടെ തന്നെ കിടക്കുക. ഈ മകൾക്ക് അല്ലെങ്കിൽ മകന് ആ അമ്മയെ കാണുമ്പോൾ അറപ്പാ അല്ലേ? ഇത് ഞാൻ പറയണതല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നും പറയണില്ല. ഓരോ വൃദ്ധസദനങ്ങളിൽ ചെന്ന് നോക്കുക, ഈ അപ്പനും അമ്മേനെ നോക്കാൻ പറ്റാത്ത മക്കളെ കൊണ്ട് നടന്നില്ല. അത് എന്ത് കാരണം പറഞ്ഞാലും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നീ ലോകത്തെ സർവസ്വവും നേടിക്കഴിഞ്ഞാലും നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ. അങ്ങനെയല്ലേ? നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരല്ലേ? എല്ലാ മതഗ്രന്ഥത്തിലും പറഞ്ഞിട്ട് മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം അല്ലേ? സ്നേഹമെല്ലാം നൽകും, സ്നേഹമെല്ലാം പൊറുക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ച മദർ തെരേസ എന്നൊരു അമ്മയെ ഞാൻ ഓർക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വിട വാങ്ങുകയാണ്. കാര്യം എന്താ വെച്ചാൽ തൊട്ടടുത്ത ദിവസം ഗുരുവായൂര് ഒരു അമ്മേനെ കൊണ്ട് നടതള്ളി ഒരു മകളെ. എന്ത് പറഞ്ഞിട്ടായിരിക്കും അമ്മേനെ കൊണ്ടുപോയിണ്ടാവുക? അല്ലെങ്കിൽ വൃദ്ധസ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന ഈ അമ്മമാരെ അപ്പന്മാരെ ഈ മക്കളെ എന്ത് പറഞ്ഞിട്ടാ കൊണ്ടുപോവുക? എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് തുള്ളിച്ചാടിയിട്ടായിരിക്കും ഇവരിവിടെ പോവാ. മക്കളുടെ കൂടെ പുറത്തേക്ക് പോകാൻ കിട്ടുന്ന അവസരമല്ലേ? ഈ അമ്മയും തുള്ളിച്ചാടി പോയിട്ടുണ്ടാവും, ആ തിരുനടയിൽ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഒരമ്മ? ഞാൻ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ മകളെ അവിടെ കാണാണ്ടാവില്ല അല്ലേ? ഇപ്പോഴും മനസ്സിലായിണ്ടാവില്ല. ഭഗവാനോട് വീണ്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എൻ്റെ മകൾക്ക് അപകടം ഒന്നും വരുത്തല്ലേ ഭഗവാനെ, നേർന്നിട്ടുണ്ടാവും വഴിപാടുകള്. പക്ഷെ കുറെ നേരമായിട്ട് അമ്മയ്ക്ക് മനസ്സിലായിണ്ടാവില്ല. വരുന്ന ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നോക്കിയിട്ടുണ്ടാവും. ഇതാണോ എൻ്റെ മകള്, ഇതാണോ എൻ്റെ മോള്? ദൈവം ഇത് എൻ്റെ മോളല്ലല്ലോ ഭഗവാനെ. ഒടുവിൽ തൊണ്ടക്കുഴിന്ന് ഒരു ഗദ്ഗതം വന്നിട്ടുണ്ടാവും അല്ലേ? കുത്തി ഇരുന്നിട്ടുണ്ടാവും കരഞ്ഞുകൊണ്ട്. ഒടുവിൽ തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ച, ഈ നാട്ടിൽ നിന്ന് ഒരു അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെടില്ല, ഉപേക്ഷിക്കപ്പെടാതിരിക്കട്ടെ, അതും കൂടി ആകട്ടെ. ഇന്ന് ഈ വളരെ മനോഹരമായ തിരുനാളിന്റെ ഏറ്റവും മഹത്തായ സന്ദേശം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട് പലരെയും. അപ്പനും അമ്മച്ചിക്ക് ഒരു കയ്യടി കൊടുത്തേ, അവരെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നേ, ഒരു കയ്യടി അങ്ങോട്ട് കൊടുത്തേ. ഇതൊക്കെയല്ലേ നമ്മുടെ അപ്പനമ്മയും? ഇനി അപ്പനമ്മേനും ചെയ്തൊരു അച്ഛേ എന്നൊരു വാക്ക് പറഞ്ഞ മാതാവിന്റെ ആ മാതാവിനെ തല്ലൊന്നും വേണ്ട, അച്ഛേ എന്നൊരു വാക്ക് മതി എന്നാ പറയണേ. നീ അപ്പച്ചന്മാരോടാണ് മക്കൾക്ക് ഏറ്റവും ദേഷ്യം. അപ്പച്ചൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ? പുതിയ ജനറേഷൻ മക്കളെ നിങ്ങളെ കാണാൻ സാധ്യത കുറവാ. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന അപ്പച്ചന്മാർക്ക്. അമ്മച്ചിമാർക്ക് കരയാനുള്ള അവസരം ഇഷ്ടംപോലെ ഉണ്ടേ. അപ്പം കരയില്ല എന്ന് അല്ലേ? അപ്പം കരയില്ല. കിടക്കാൻ നേരത്തെ അമ്മയോടാ പറയാ, ചോദിക്കുക, എടി അവനെന്താ വേണ്ടേ അല്ലേ? ഇതൊക്കെയല്ലേ അപ്പനും അമ്മയും. കൂടെ കൈയടിക്കോ താളത്തിന്? ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം, ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം, അതിനിടക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, അതിനിടക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേഷം വിടവാങ്ങുകയാണ്. ആദ്യമേ പറഞ്ഞു, ഇത് ശരിയായ ചാക്യാർകൂത്തല്ല, ചാക്യാർമാരെ അനുകരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വീണ്ടും വന്നത്. അപ്പോൾ ആരെങ്കിലൊക്കെ ആക്ഷേപിച്ചായിട്ട് തോന്നണമെങ്കിൽ റഫേലേ അതൊക്കെ ചാക്യാർകൂത്തിന്റെ ഭാഗമായിട്ട് എടുക്കുക, അല്ലാണ്ട് ഇത് കഴിയുമ്പോൾ അവിടെ ചാക്യാരെ പിടിച്ച് കുത്താനുള്ള ഭാഗമായിട്ട് എടുക്കരുത് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ഒന്നുകൂടി കിണ്ടി കഴിയണോ? വേണ്ട, സന്തോഷം. ഇപ്പൊ എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ഇതിരുന്നാൾ ആശംസകൾ നടന്നുകൊണ്ട് വിടവാങ്ങുന്നേ.
കാണിച്ചാലുണ്ടല്ലേ പൈനാട്ട് മൂർത്തനം കണ്ട. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ മമ്പ്ര ആലിക്കുന്ന സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ ഖബറിനടുത്ത് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. ഇതാരാ മോനെ ദിനേശ ഈ എരപ്പാളത്തിലൊക്കെ കാണിച്ച്? നീയാ അകത്തിരിക്കുന്ന നിന്റെ അച്ഛയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന നിന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. മോനെ ദിനേശ, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിനെ പാതാളത്തിലേക്ക്. നിർത്താം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊണ്ടാൽ തന്നെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ലാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി കിറ്റിക്കിരി നടത്തും. മുന്നേ ആ പച്ചട്ടിയില് അരി പറക്കരുത്. കഴിഞ്ഞ 45 വർഷക്കാലമായി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന നമ്മുടെ മമ്മൂക്കയെ ലാലട്ടനും ഒന്നാണെങ്കിൽ പിന്നെ നമ്മളും ഒന്നല്ലേ? പിന്നല്ല, ഒന്നാണ് നമ്മൾ.
കണ്ണിമക പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടേന്ന് പിള്ളേമേ പുള്ളില്ല മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു പിള്ളേമേ പുള്ളില്ല മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി ആ കുഞ്ഞുനാളി ചെറുപ്പത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി നിന്നച്ഛനൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി നിന്നച്ഛനൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി കൊച്ചു കൊച്ചു മുറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി നിന്നച്ഛനൊരു കാലത്തിലല്ലേടി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടാതല്ലേടി അടുത്ത മനസ്സിലാക്കി ഞങ്ങൾ കുടകാർക്കാർക്ക് വേണ്ടി പാടി പാടണേ ഒരിക്കൽ ചക്കട ചുള്ളക്കണക്കിന് തൊടുതൊടുത്തൊരു കല്യാണി തൊടുതൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായോ കണ്ടടി ഞാനൊരു മിന്നായോ ചാട്ടുള്ളി മുന്നത്തുള്ള തുള്ളക്കുന്ന മൂർച്ചയുള്ളൊരു നോട്ടമ മൂർച്ചയുള്ളൊരു നോട്ടമ കാലിടറുന്ന പയറിയണ ഇട്ടിക്കുട്ടികളുടെ നെഞ്ചിലടി ഇട്ടിക്കുട്ടികളുടെ നെഞ്ചിലടി ഒരിക്കൽ ചക്കട ചുള്ളക്കണക്കിന് തൊടുതൊടുത്തൊരു കല്യാണി തൊടുതൊടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായോ കണ്ടടി ഞാനൊരു മിന്നായോ അതിൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ടുപിടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ടുപിടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ കിട്ടിയ പെണ്ണിനെ കഞ്ഞി കൊടുക്കാൻ പറ്റാത്തൊരു നിധി പണി ചെയ്തു കല്യാണ കുട്ടികളിലട വേലായുധാ കല്യാണ കുട്ടികളിലട വേലായുധാ പകല് മുഴുവൻ പണിയെടുത്ത് കിണ്ടക്ക് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കണ്ടുപിടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ എൻ്റെ മോളെ കഷ്ടത്തിലാക്കല വേലായുധാ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചപ്പുള്ള ഈ കാരി പെണ്ണിനെ കണ്ടേതാ ചുമലി കരിമീ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചപ്പുള്ള ഈ കാരി പെണ്ണിനെ കണ്ടേതാ ചുമലി കരിമീ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ് പെണ്ണിന്റെ പഞ്ചാര മഞ്ചിരി കട്ടങ്കല്ല കണ്ടെ മാറിയതോ പെണ്ണിന്റെ പഞ്ചാര മഞ്ചിരി കട്ടങ്കല്ല പിന്നെ കച്ചവടോ അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായി അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടല മീനായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്തന ചുള്ള ഈ കാരി പെണ്ണിനെ കണ്ടേനാ ചുമലി കരിമീ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ് ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് ഊട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി
താങ്ക് യു. ഇപ്പോ ശ്രീജിത്ത് എന്തൊക്കെയോ എന്താണ് ഫെവിക്കോളിന്റെ പശ എന്തൊക്കെ തേച്ച് സെറ്റാക്കി. ഇത് ഒരു ലൈവ് സ്റ്റാൻഡാർട്ടാണ്. ഗമ്മ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഗിൽറ്റ് എൻ്റെ പ്രൊഫൈലിൽ കണ്ടിട്ടുണ്ടാവും, MG സാറും ചിത്രചേച്ചിനെയൊക്കെ വരച്ചത്. അതുപോലെ ഈ ഒരു വേദിയിലും ഞാനൊരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒരു ചെറിയ സാമ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ്. എന്തായാലും ഈ പിക്ചർ ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയടിക്കണം. ഇത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോ വാളിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയാ, ഗിൽറ്റ് പൗഡർ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഒന്നുകൂടി തിരിക്കണോ? ജസ്റ്റ് ഇങ്ങോട്ട് തിരിക്കണോ? എല്ലാവരും കാണുന്നില്ലേ? ഇത് കാണുന്നില്ലേ? അത് കാണാത്ത കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഗിൽറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളുടെ പടമാണ്. ഓക്കെ, അപ്പൊ ഇത് ഇടാൻ വേണ്ടി പോവാണ്. ആരെയും വിളിക്കണോ? വേണ്ട. ഓക്കെ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും മറന്നു പോയൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചാണെങ്കിൽ നല്ലൊരു കൈയിടി കൊടുക്കും അദ്ദേഹത്തിന്റെ. ഒരു 5 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ അത് വരച്ചത്. എന്തായാലും ഈ ഒരു ചിത്രം അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വേദിയിലേക്ക് വരണം. റവറൻഡ് ഫാദർ ലാസർ അച്ഛനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം എൻ്റെ കലാജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നു. നേരത്തെ ഇവിടെ തുടക്കത്തിൽ സ്പോട്ട് അപ്പ് ചെയ്ത് നിന്ന് നിങ്ങൾ നല്ല കൈയടി വന്നു. പക്ഷേ വിജേഷ് ഷാലാരിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പെർഫോമൻസും ഒന്നിനൊന്ന് മെച്ചമായപ്പോൾ എൻ്റെ സ്പോട്ടപ്പിനെ പറ്റി പലരും മറന്നു പോകുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ആർട്ടായിട്ട് വന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയ്യടി കൂടി തരാം. ഫാദറിന് ഈ ഒരു ചിത്രം ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഒരു പടക്കം പൊട്ടുന്നൊരു കൈയ്യടി കൊടുക്കാം. താങ്ക് യു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. മണിയുടെ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. മണിയുടെ ആവും വരയ്ക്കാന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും എൻ്റെ ഈ എളിയ മുഖം ഇത്രയും നന്നായിട്ട് ചാർത്താനായിട്ട് പരിശ്രമിച്ച ശ്രീജിത്തിന് ഒരു നല്ലൊരു കൈയടി. താങ്ക് യു മാം. God bless you. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇനി നമ്മുടെ വേദിയിലേക്ക് വരാനിരിക്കും 522 പട്ടാളക്കാർ ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. മരണഭയമല്ല തോന്നുന്നു, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക വ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇതിൽ ആദ്യം മരിച്ചത് ആരാണെന്നറിയില്ല. പക്ഷെ ഇതുപോലെ മരിച്ചു വീഴുന്നവർ പകർന്നു തരുന്ന ആത്മവീര്യവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉള്ളപ്പോൾ പിടിച്ചെടുത്തിരിക്കും സാർ. നമ്മുടെ സമാധാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കൾക്ക് വേണ്ടി ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഒരിറ്റ് കണ്ണീർ ഒരാശ്വാസത്തിന്. Let us shed one drop of tear for the soldiers who laid there today